വെൽക്കം ബാക്ക് ടു ഫാമിലി ഓൺ കാർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മൾ ലുലു മാളിലെ ഓഡി 2-ൽ പോയിട്ട് സൈമൺ ഡാനിയൽ കണ്ട വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞങ്ങളിപ്പോൾ അതേ ഹോട്ടലിൽ തന്നെയാണ്, നമ്മുടെ ലുലു മാളിന് തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഹോട്ടൽ ലൈമർ അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് മൈക്കും കൂടെ കാണാനാന്ന് പറഞ്ഞായിരുന്നു. യെസ്. അപ്പം ഇവിടെ ഇരിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ മൈക്ക് വെച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥ കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഇതിപ്പോൾ 10ാമത് നിലയാണെങ്കിൽ കൂടി പുറത്തുനിന്ന് നല്ല സൗണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തായാലും കുറേ വാഹനങ്ങളുടെ ശബ്ദവും അല്ലേ, ആംബുലൻസിന്റെ സൈറനും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് 5 വർഷം കഴിഞ്ഞ് റീഓപ്പൺ ചെയ്യുന്ന കൊച്ചിയിലെ മെഗാപ്ലക്സ് തിയേറ്ററിലേക്കാണ് അല്ലേ. അതായത് 2017 കുറച്ച് സേഫ്റ്റി ഇഷ്യൂസിന്റെ കാര്യത്തിൽ ഷട്ട് ഡൗൺ ചെയ്ത് 2022 വീണ്ടും റീഓപ്പൺ ചെയ്ത കൊച്ചിയിലെ കേരളത്തിലെ മെഗാപ്ലക്സ് തിയേറ്റർ ദ സിനിപോളിസ് അല്ലേ, സെൻട്രൽ സ്ക്വയർ മാളിലെ സിനിപോളിസ് തിയേറ്ററിലാണ് നമ്മൾ ഇന്ന് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ, പുതിയ തിയേറ്റർ അല്ല പഴയ തിയേറ്റർ റെനോവേറ്റ് ചെയ്തതാണ്, എന്നാൽ കൂടിയും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ സിനിമ കാണാൻ. അവിടെ പോയി സിനിമ കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട്, പുതിയ തിയേറ്റർ ആണല്ലോ അല്ലേ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങളും അല്ലേ. മൾട്ടിപ്ലക്സ് തിയേറ്റർ ആകുമ്പം എല്ലാ തിയേറ്ററും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ ഒരു തിയേറ്ററിലോട്ട് പോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയി കാണുന്ന മൈക്കാന്ന് ഓൾറെഡി പറഞ്ഞു, അവിടെ ഓഡി 5 ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമുക്ക് ഇപ്പൊ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് മൈക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഓഡി 5 ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ സീറ്റ് ഒക്കെ കൗണ്ട് ചെയ്ത് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു തിയേറ്റർ ആണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ വലിയ ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ. അപ്പൊ അവരിപ്പോ ഇട്ടേക്കുന്നത് ഇവിടുത്തെ സ്ക്രീൻ 5-ലാണ്. അപ്പൊ അതിന്റെ സീറ്റിന്റെ കൗണ്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ടിക്കറ്റ് റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ടിക്കറ്റ് റേറ്റ് ആട്ടോ ഉള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ, ഫ്രണ്ടിലത്തെ ആ ഒറ്റ റോയേ ഉള്ളൂ 13 സീറ്റ്. അതായത് ആ ഓഡി 5-ലെ ഫസ്റ്റ് റോ, ആ ഒരു റോ മാത്രമേ ഉള്ളൂ അല്ലേ. അവിടെ ആണെങ്കിൽ ടിക്കറ്റ് റേറ്റ് എത്ര? 140 രൂപ. ആ ഒരു ഓഡിയിലെ മിനിമം ടിക്കറ്റ് റേറ്റ് ആണ് 140 രൂപ. യെസ്. അപ്പൊ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏതാ? അടുത്ത സീറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്, 2 റോയേ ഉള്ളൂ കേട്ടോ. അതായത് 26 സീറ്റ്, ടിക്കറ്റ് റേറ്റ് വരുന്നത് 170 രൂപ. ഫ്രണ്ടിൽ ഒരു റോ ആണെങ്കിൽ അടുത്ത എക്സിക്യൂട്ടീവിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഡബിൾ അല്ലേ. 26 സീറ്റും 13ന്റെ ഇരട്ടി 26. റോയുടെ കാര്യം പറയുവാണെങ്കിൽ അവിടെ ഒന്നാണെങ്കിൽ ഇവിടെ 2 റോ അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോമഡി അല്ലേ. അടുത്ത സീറ്റ് എന്ന് പറയുന്നത് പ്രീമിയം, 65 സീറ്റ് ആണുള്ളത്. ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 രൂപ. അപ്പൊ ടോട്ടൽ സീറ്റ് നമ്പർ വരുന്നത് 104. 104 സീറ്റ് ഉള്ള ഒരു ചെറിയ സ്ക്രീനാണ്. അവിടെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സ്ക്രീനിന്റെ സൈസ് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ മൊത്തം സീറ്റ് 200 രൂപ എന്ന് പറഞ്ഞാൽ കൊടുക്കായിരുന്നല്ലേ. ഇവര് പേരിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു റോയ്ക്ക് 140, അടുത്ത 2 റോയ്ക്ക് 170 കൊടുത്തിട്ട് ബാക്കിയെല്ലാം 200 എന്ന് പറയുന്നതേ നമുക്ക് കണ്ടറിയാം എങ്ങനെയാണെന്ന്. ഇത് ടിക്കറ്റ് റേറ്റ് കൊടുത്തിട്ട് എങ്ങനെ ആവും അതിന്റെ അകത്തൊക്കെ നമ്മൾ പോയാൽ മാത്രം അറിയാം. ഇത് നമ്മളെ പിഴിയുന്ന തിയേറ്റർ ആണോ, അറക്കുന്ന തിയേറ്റർ ആണോ, വെട്ടുന്ന തിയേറ്റർ ആണോ നമുക്ക് കണ്ടറിയാം അല്ലേ. അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് മൈക്ക് അവിടെ കാണാൻ പോവാണ്. എത്ര മണിക്ക് അവിടുത്തെ ഷോ ടൈം? യെസ്, രാത്രി 7:00ക്കാണ് നമ്മുടെ ഷോ ടൈം വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വിട്ടേക്കും കേട്ടോ. അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് നേരെ നമ്മൾ MG റോഡിലോട്ട് പോയിട്ട് അവിടുത്തെ സെൻട്രൽ സ്ക്വയർ മാളിലെ സിനിപോളിസിൽ പോയിട്ട് ബാക്കി എല്ലാ കാഴ്ചകളും കാണാം. യെസ്, അങ്ങനെ സെൻട്രൽ സ്ക്വയർ മാളിലെ B2-ൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സൺഡേ ആയിട്ട് കൂടി അത്ര വലിയൊരു റഷൊന്നും കാണുന്നില്ല. മിക്കവാറും കൂടുതൽ ആൾക്കാർ വന്നേക്കുന്നത് നമ്മുടെ സിനിപോളിസിലേക്കായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ലുലു മാളിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് അടിച്ചു തന്നിട്ടുണ്ട്. എല്ലാ മാളുകളിലും ഈ ഒരു പരിപാടി വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾ ലിഫ്റ്റ് എടുക്കുന്നില്ല. നമുക്ക് സിനിമ തുടങ്ങാനായിട്ട് ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. നമുക്കേ നടന്ന് കയറാം. ആ ഒരു ലിഫ്റ്റിന് തൊട്ട് പുറകിലായിട്ട് ഇവിടെ കണ്ടോ, നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് കണ്ടോ സ്റ്റെയർ കേസ് ടു മാൾ എൻട്രി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് കയറാം അല്ലേ. ആ സ്റ്റെയർ വഴി മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ എത്തുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കേട്ടോ. കണ്ടോ, എൻട്രി ടു ദ മാൾ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇനി ഏത് ഫ്ലോറിലാണ് സിനിപോളിസ് എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മാളിനകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു ഗംഭീര ഫ്ലാഷ് മൂവ് നടക്കുവാണേ. അപ്പോഴേ കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് മുകളിലേക്ക് കയറാം. 10 മിനിറ്റ് സമയമുണ്ടല്ലോ. താഴെ ഗംഭീര ഫ്ലാഷ് മൂവ് നടക്കുമ്പോൾ ഞങ്ങൾ ഇനി മുകളിലെത്തി കേട്ടോ. ഏറ്റവും മുകളിലാണ് നമ്മുടെ സിനിപോളിസ് വരുന്നത്. അപ്പോഴേ നേരെ മുകളിലോട്ട് കയറട്ടെ. ഈ ഫുഡ് കോർട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് കണ്ടോ, സിനിമാസ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്കൊരു എസ്കലേറ്റർ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറി ചെല്ലുമ്പം കാണുന്നത് നമ്മുടെ സിനിപോളിസ്. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം അവൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് പോകണം. എൻ്റെ മോനെ, നമ്മൾ ആ കയറി വരുന്ന കറക്റ്റ് ലൊക്കേഷനിൽ അവർ ഷാൻഡീസ് വെച്ചേക്കുന്നുണ്ടോ. നമ്മുടെ കണ്ണിലേക്ക് ആദ്യം അട്രാക്റ്റ് ആവുന്ന ആ ഒരു സാധനമാണ് കേട്ടോ.
അതിന് തൊട്ട് വലതുവശത്തായിട്ട് നമുക്ക് സിനിപോളിസിൻ്റെ ആ ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ഈ ഓഡി 5 ഇവിടെ അല്ല കേട്ടോ, ആ സൈഡിലാണ്, അവിടെ ആണെന്നാണ് കാണിച്ചത്. നമുക്കിപ്പോൾ മൈക്ക് എന്ന് പറഞ്ഞ സിനിമ ഇവർ പ്ലേ ചെയ്യുന്നത് ഓഡി 5-ലാട്ടോ. ഇവിടെ ഇപ്പോഴേ അത്യാവശ്യം വലിയൊരു വെയിറ്റിംഗ് ലോബി ഉണ്ട്. പിന്നെ ദേ അവിടെ ഒരു സ്നാക്ക് കൗണ്ടർ ഉണ്ട്. സ്നാക്ക് കൗണ്ടറിൻ്റെ പുറത്ത് നമുക്ക് ആ ഒരു ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ കണ്ടില്ലേ, അത്യാവശ്യം ചെയേഴ്സൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഡി 5-ലേക്ക് കയറാം. പുതിയ സിനിപോളിസിൻ്റെ ഓഡി 5. എൻ്റെ മോനെ, ഫുൾ ഡാർക്കാണല്ലോ. ഡിം ലൈറ്റ് കേട്ടോ, സീറ്റ് കാണാനുള്ള വെട്ടം മാത്രമേ ഉള്ളൂ. സൺഡേ ആയതുകൊണ്ട് പിന്നെ പുതിയ തിയേറ്റർ ആയതുകൊണ്ടും സിനിമ കാണാൻ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലക്സിൽ തന്നെ പോകണമല്ലോ, അതും ഇതുപോലത്തെ മാളുകളിനകത്തുള്ള മൾട്ടിപ്ലക്സുകളിൽ. ഈ ഒരു അവസരത്തിൽ ദുഃഖകരമായ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3-6 ലൈറ്റ് അല്ലാണ്ട് വേറെ ഒന്നും ക്യാമറയിൽ പതിയുന്നില്ല. ലൈറ്റിൻ്റെ എണ്ണം പോലെ തന്നെ ക്ലിപ്ഷിൻ്റെ 6 സറൗണ്ട് സ്പീക്കേഴ്സാണ് ഇവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സ്ക്രീൻ പൊക്കി വെച്ചേക്കുന്നുണ്ടോ, ആ ഒരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ നല്ല പൊക്കത്തിലാണ് വെച്ചേക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൊത്തം ഇരുട്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. When you asked my name, I panicked. So what am I leave? And your body was so magnetic. മൈക്ക്, ഡയറക്ടർ ബൈ വിഷ്ണു പ്രസാദ്. അപ്പോൾ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച സിനിമ ആകേണ്ട ഒരു സിനിമയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമകാലിക ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുള്ളൊരു വിഷയമാണ് സിനിമ സംസാരിച്ചത്. പക്ഷേ അത് വളരെ നിസ്സാരമായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരുന്നത് അല്ലേ. ഒരു സോഷ്യൽ മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇതിനകത്തൂടെ. യെസ്, അപ്പം സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ മേക്കിംഗ് വളരെ നല്ലതായിരുന്നു. പിന്നെ എല്ലാവരുടെയും പ്രകടനം വളരെയധികം നല്ലതായിരുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അനശ്വര, അതുപോലെ തന്നെ നമ്മുടെ നായകൻ രഞ്ജിത്ത് അല്ലേ. ആദ്യം അനശ്വരയുടെ ക്യാരക്ടറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്ക് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ എന്ന പെൺകുട്ടി ആൺകുട്ടിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമയിൽ കാണിക്കുന്നത് അല്ലേ. ആ കുട്ടി അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ കുറെ കാരണങ്ങളുണ്ട് അല്ലേ. അപ്പൊ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് അല്ലേ. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറെ അജ്ഞതകളുണ്ട്. ആ അജ്ഞതകൾക്കൊക്കെ ഈ ഒരു സിനിമ കൊണ്ട് കുറെ ഉത്തരങ്ങളൊക്കെ നൽകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു കാര്യത്തിലേക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പോയില്ലല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീക്കായിട്ടാണ് തോന്നിയത്. സിനിമ തുടങ്ങിയ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഓക്കെ ഇത്രേ ഉള്ളായിരുന്നല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ആ കാരണം പറയല്ലോ, ഇപ്പം ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ആൺകുട്ടിയായി മാറാനുള്ള കാരണം ഉണ്ടല്ലോ. അപ്പം അതിനൊരു ക്ലാരിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. കുറെ ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നുണ്ട്. കുറെ പേര് അവരുടെ ശരിക്കുള്ള ജെൻഡർ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുവാണ്. സമൂഹം ഒറ്റപ്പെടുത്തുവോ എന്നുള്ള കാര്യത്തിലൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരാൻ പറ്റുമായിരുന്നല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിലെ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരത്തോടു കൂടി, എന്നാൽ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അതിന്റെ കുറച്ച് കാര്യങ്ങളുടെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ സിനിമ പരാജയമായിട്ടാണ് തോന്നിയത്. ഇനി ഓരോ ആൾക്കാരുടെ പ്രകടനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാതെ ആ ഒരു 2 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഇനി ഓരോ കഥാപാത്രങ്ങളുടെ പ്രകടനത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നായിക അനശ്വര അല്ലേ, വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കളറിപ്പയറ്റ് സീനിലൊക്കെ അനശ്വരയുടെ പ്രകടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗംഭീരമാണ് അല്ലേ. ഇനി നമ്മുടെ നായകനിലേക്ക് വരുവാണെങ്കിൽ, നായകന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ഫിസിക്കാണ്, നല്ല ശബ്ദം, ഒറിജിനൽ സൗണ്ട് ആണോ നല്ല ശബ്ദമായിരുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ സീൻസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പുള്ളിക്കാരന്റെ മുഖത്ത് എക്സ്പ്രഷൻസ് വളരെ കുറവാണ് അല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒരു പാസ്റ്റ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡയലോഗും എക്സ്പ്രഷൻസും കൂടെ സിങ്ക് ആവുന്ന ഒരു ലെവലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അല്ലേ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വളരെ ഗാംഭീര്യമുണ്ട്, അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയും വളരെ നന്നായിരുന്നു. പക്ഷേ മുഖത്ത് ഭാവം എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് വരുന്നില്ലല്ലേ. അതെ, പിന്നെ പുതിയൊരു താരമാണ് എങ്കിൽ കൂടിയും ആക്ഷൻ സീൻസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തേക്കുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞൊരു പുതിയ നമുക്കൊരു പുതുമുഖമാണെന്ന് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഈ എക്സ്പ്രഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അല്ലേ, അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കുറവായിട്ട് തോന്നിയത്. കുറവെന്ന് പറയാൻ പറ്റില്ല, ഒരു പുതിയ ആളാകുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ചെറിയ പ്രശ്നം കൂടി പരിഹരിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കുറെ നല്ല രീതിയിൽ കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആക്ഷൻസും അതേപോലെ ഡാൻസ് അങ്ങനത്തെ ലെവൽ ഓഫ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ സിനിമ ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് സിനിമയുടെ ആ ഒരു വിഷയം അല്ലേ, അത്രയും പ്രസക്തിയുള്ളൊരു വിഷയമാണ്. പക്ഷെ അത് ഭയങ്കര നിസ്സാരമായിട്ട് എടുത്തു വെച്ച പോലെയാണ് തോന്നിയത്. അപ്പൊ ഇത്രയൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. നമുക്കിനി തിയേറ്ററിലേക്ക് വരാം അല്ലേ. നമ്മുടെ 5 വർഷത്തിന് ശേഷം റീഓപ്പൺ ചെയ്ത സിനിപോളിസിലെ സ്ക്രീൻ 5-ലാണ് ഞങ്ങൾ ഇന്ന് സിനിമ കണ്ടത്. അപ്പൊ ഈ ഒരു സ്ക്രീനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ അത്യാവശ്യം നല്ല പ്രൊജക്ഷനാണ്. അതുപോലെ തന്നെ സൗണ്ടും തരക്കേടില്ലല്ലേ. പിന്നെ ഈ സിനിമയിൽ വലിയ കാര്യമായിട്ടുള്ള എന്താ പറയാ മിക്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല. BGM ഉണ്ട്, എന്നിരുന്നാൽ പോലും വലിയൊരു എന്താ പറയാ ഒരു സറൗണ്ട് മിക്സിങ്ങോ അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ബട്ട് സൗണ്ട് ഈസ് ഫൈൻ അല്ലേ. അതുപോലെ തന്നെ പ്രൊജക്ഷനും നല്ലതാണ്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ സൈസ് എൻ്റെ മോനെ അല്ലേ. ഇപ്പം നമ്മുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 200 രൂപ മുടക്കിയാണ് ഇപ്പൊ ഈ ഒരു സിനിമ അവിടെ കാണാൻ പോയത്. സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ചെറിയ സ്ക്രീൻ, നമ്മൾ ഈ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നമ്മളെ തട്ടിക്കൂട്ട് സ്ക്രീൻ എന്ന് പറയുമല്ലോ, ഒരു ചെറിയ സ്ക്രീനിൽ അല്ലേ നമ്മൾ ഇത്രയും പൈസ മുടക്കി. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നഷ്ടക്കച്ചവടമാണെന്ന് തന്നെ പറയാം അല്ലേ. അറുക്കുവാണ് അല്ലേ. പിന്നെ സീറ്റിംഗ് ഒക്കെ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സീറ്റിംഗ് തന്നെയാണല്ലേ. സീറ്റിംഗിനെ പറ്റി എന്താ പറയാനുള്ളത്? സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ചാരി ഇരുന്ന് ഇങ്ങനെ നമ്മള് ചാരി കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടത്തില്ലേ, അതുപോലെ നമുക്ക് ആടാനൊക്കെ പറ്റും. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബാക്ക് നമ്മൾ സാധാരണ തിയേറ്റർ എക്സ്പീരിയൻസ് പുഷ് ബാക്ക് അല്ല, ഇതൊരു പ്രത്യേക തരത്തിൽ നമുക്കിങ്ങനെ ചാരി കസേര ചാരത്തില്ലേ, അതുപോലെ ഇരുന്ന് ഇങ്ങനെ ആടാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് സീറ്റാണ്. പിന്നെ സീറ്റിന്റെ കംഫർട്ടൊക്കെ പറയുവാണെങ്കിൽ 200 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കല്ലേ നമ്മൾ വിചാരിക്കുന്നത് നല്ല സോഫ കുഷനിങ് സീറ്റൊക്കെയാണ് പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ അതൊക്കെ തെറ്റി. നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ ഈ കാർണിവൽ സിനിമാസിലെ കാണുന്ന പോലത്തെ നോർമൽ ഈ അത്യാവശ്യം കട്ടിയുള്ള സീറ്റ് ഉണ്ടല്ലോ, ആ ഒരു സീറ്റാണ്. അത്ര വലിയ ഗംഭീരമായ സീറ്റൊന്നുമല്ല. ആ ഒരു സ്ലോപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐമാക്സിലൊക്കെ ഉള്ള പോലെ തന്നെ ആ ഒരു സ്റ്റേഡിയം ടൈപ്പ് സ്ലോപ്പ് ഉണ്ടല്ലോ, അത് മാത്രമാണ് അവിടുത്തെ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം അല്ലേ. പക്ഷെ അവിടെ ഇരുന്ന് നോക്കേണ്ടത് ഈ കുഞ്ഞു സ്ക്രീനിലോട്ടാണല്ലോ. അത് തന്നെ. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. ഞങ്ങളുടെ മുടക്കിയ പൈസക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലേ. പിന്നെ 200 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാലോ, 200 പ്ലസ് കൺവീനിയൻസ് ഫീ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ അവിടുത്തെ പാർക്കിങ്ങിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അറിയാലോ, മോളായതുകൊണ്ട് തന്നെ പാർക്കിങ്ങിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നേരെ ഫോണിൽ ആ ഒരു ടിക്കറ്റ് കാണിച്ച് കയറിയാൽ മതി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തിയേറ്റർ അകത്തുള്ള എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ആവറേജ് എക്സ്പീരിയൻസ് അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. ഇത്രയും പൈസ മുടക്കി നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ 140, 170 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ശോകമാണ്. ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിക്കേണ്ടി വരും. ഫ്രണ്ടിൽ ഇരുന്നാലും പിന്നെ വലിയ കുഴപ്പമില്ല അല്ലേ, ഇങ്ങനെ ഇത്രയും സ്ലോപ്പ് ഉള്ളതുകൊണ്ട്. അതെ, അതായത് 140, 170, 200 ഒരേ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ലെവൽ ഓഫ് സീറ്റ് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ ഇസ് ആവറേജ്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തലക്കെടില്ലാത്ത ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് തോന്നിയത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ. Cylinder at maximum power.